ഗൈസ് കണ്ടില്ലേ യാത്രയിൽ പൊക്ക് യാത്രയിൽ ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക എൻജോയ് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ പല അനുഭവങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ടയർ മാറ്റിയിടാനും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് പഞ്ചറാവുക, എപ്പോഴാണ് സ്റ്റെപ്പിനി എടുത്തിടേണ്ടതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ ചെറിയൊരു അരുവിയുണ്ട്. അപ്പോൾ ഈ അരുവിയിൽ നമുക്ക് കയ്യും ഈ ചെടിയൊക്കെ കയ്യിൽ കഴുകി കളയാം. അപ്പോഴേ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. നമ്മൾ ടയർ മാറ്റി കഴിഞ്ഞ് നമ്മൾ ഈ പ്രദേശത്ത് കോമൺലി കണ്ടുവരുന്നൊരു സാധനമാണ് ഈ സാധനം. എന്താണെന്നറിയോ? ഇതുണ്ടോ നിങ്ങൾ? ഇതുണ്ടോ? അട്ട. രണ്ട് കാലിലുണ്ട് അട്ട. കണ്ടോ? അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അട്ടകടി, ടയർ പഞ്ചർ, അപ്പം അടിപൊളി കേട്ടോ. ഇതൊക്കെ അല്ലേ ഓർക്കാണ്ടാവുള്ളൂ. പോസിറ്റീവ്, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പ്ലേസിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, രാത്രി കടിച്ച് രാവിലെ ആണെങ്കിൽ വെടിക്കുമ്പോൾ നമ്മളൊരു പേപ്പർ ആയിട്ടുണ്ടാവും. ചോരൊക്കെ പോയി ആരംഭിച്ചു തന്നെ ഉള്ളു. അപ്പോൾ അതെങ്ങനെയുണ്ടാ നമ്മുടെ ഓഫ് റോഡ് നമ്മൾ റിസ്ക് ആയതുകൊണ്ട് അതിൻ്റെതായ റിസ്ക് എടുത്ത് പള്ളി വീണ്ടും വീണ്ടാമതും ഇറങ്ങണല്ലോ. ഇറങ്ങിയെടുക്കണോ?
ഒരു രക്ഷയില്ല. നമ്മളെ കാറും കൊണ്ടൊക്കെ വരുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് അടി തട്ടും. ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പതുക്കെ നിർത്തി നമ്മൾ എടുക്കേണ്ടി വരും. XUV ടൈപ്പ് കുറച്ചുകൂടി വലിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വരും. ചെറിയ കാറൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നല്ലൊരു പ്ലേസാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവം. അടിപൊളി. ഏതാണ്ട് നടന്ന് അവിടെ എത്താറായി. അപ്പോൾ വണ്ടി മുന്നോട്ട് പോയി. നമ്മൾ പോക്കോളാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? നല്ല രസം തോന്നില്ലേ? ഫുൾ കാടാണ്. കാടിൻ്റെ നടുവിലൂടെ ഒരു വഴി. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്. കാരണം ചുറ്റുപാടും കിള്ളികളുടെയും ഒക്കെ സൗണ്ടും നല്ല രസമാണ്. കണ്ടോളൂ. അങ്ങനെ നമ്മളെ പാർക്കിങ്ങിലേക്ക് എത്തി. അടിപൊളി. അങ്ങനെ നമ്മളെ പാർക്കിങ്ങിലേക്ക് അവസാനം എത്തി. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ലൊക്കേഷനിലേക്ക് പോകുന്നത്. എടാ വിളിച്ചടാ, എങ്ങനെ പോവാ? അപ്പോൾ നമുക്ക് ഇനി ആ പോക്കും ഇവിടെ നിന്നുള്ള പോക്കും എല്ലാം നമുക്ക് കാണാം. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ? അതെ, എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് പറ. വളരെ നല്ല യാന്ത്രികമായ ഡ്രൈവിംഗ് ആയതുകൊണ്ട് യാന്ത്രികമായിട്ടും തന്ത്രികമായിട്ടുള്ള ഡ്രൈവിംഗ് ആയതുകൊണ്ട് കുറച്ചുകൂടെ വലിയ വണ്ടിയായിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായതുകൊണ്ട് റിസ്ക് നമ്മൾ ഏറ്റെടുക്കും. എപ്പോഴും റിസ്ക് ഏറ്റെടുക്കും അല്ലേ? റിസ്ക് എടുക്കുന്നത് റിസ്ക് സാപ്പിടുന്ന വിവേകേട്ടൻ്റെ ഡയലോഗ് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നു. അതാണ് സംഭവം. എന്തായാലും നൈസാണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? ഇനി ഇവിടെ നിന്ന് ഷൂട്ട് കാണാനായി ഇരിക്കുന്നേ ഉള്ളൂ. ഇനിയാണ് കാണാനുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. നമുക്ക് പോകാനുള്ള വണ്ടി എത്തി. എൻ്റെ ഈ വണ്ടിയിലാണോ പോകണം? പോയി. ഒരു ഹായ്. ഇങ്ങോട്ട് കയറണോ?
ക്യാമറ കയ്യിൽ നിന്ന് ഒരു തേറി. അതിന് പേരെന്തായിരുന്നു? ഫസ്റ്റ്. താങ്ക് യു ഫസ്റ്റ്. അപ്പോൾ കാണാം.